പണ്ടച്ഛൻ വീട്ടിൽ ചിക്കൻ മേടിച്ച് വന്നിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയെന്ന് എന്നോട് പറയുമ്പോഴുണ്ടല്ലോ, അയ്യേ ചിക്കൻ്റെ പച്ചമണം എനിക്ക് ഇഷ്ടമല്ല, ഈ മണം അടിച്ച് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ട് കഴിക്കാൻ മാത്രം വന്നിരിക്കുന്ന ടീംസായിരുന്നു ഞാനൊക്കെ കേട്ടോ. ഞാനാണ് ഇപ്പം ചിക്കൻ അരിയണോ പോർക്ക് അരിയണോ ഇപ്പം ഈ മണമൊന്നും ഒരു വിഷയമില്ലാണ്ടായി. ഇതൊക്കെ നമ്മളിപ്പോൾ എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. പോർക്ക് നമ്മൾ ഇന്ന് കറി വയ്ക്കുന്നില്ല, നാളെ കറി വയ്ക്കുന്നുള്ളേ. നമ്മളിന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്കിന്ന് വെക്കാനുള്ളത് സാമ്പാർ വെക്കാനുണ്ട്, കടലക്കറി വെക്കാനുണ്ട്, പിന്നെ ചിക്കൻ കറി വെക്കാനുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് കഷ്ണങ്ങൾ വെച്ചൊരു തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ കടലക്കറിക്കുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ കടലക്കറി വയ്ക്കുമ്പോണ്ടല്ലോ, സവാളയും മസാലയും എല്ലാം വഴറ്റിയിട്ട് കടല വേവിക്കുന്നതിൻ്റെ ഒപ്പം ആട്ടോടണേ. ഇങ്ങനെ എത്ര പേര് ചെയ്യേണ്ടതെന്നൊന്ന് പറയാട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ കടലേക്ക് നല്ലപോലെ മസാല പിടിക്കണ പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട് കേട്ടോ. ഇനി കടല വേവണ സമയം കൊണ്ട് നമുക്ക് ചിക്കനുള്ള സവോള വഴറ്റിയെടുക്കാം കേട്ടോ. സവോള വഴണ്ട് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി വന്നേ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് തക്കാളി അരച്ചത് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചേ. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കനെല്ലാം ഞാൻ അതിലിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ആ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കും കടലേക്കും ഉള്ള കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് രണ്ടും റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച പോർക്ക് ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നായിരുന്നേ. ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നായിരുന്നു. അത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.